അടുത്ത സുന്ദർപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നത്. ശന തലവരെയാണല്ലോ ചെറുക്കൻ്റെ. കുടുംബത്താണെങ്കിൽ സ്വത്ത്, ജോലിയാണെങ്കിൽ ഗൂഗിളിലും. ഇപ്പതേ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു. അതുമാത്രോ? അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അമേരിക്കയിലെ ജീവിതം. നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. നമ്മളെ അങ്ങ് വിക്ക് ചെയ്യും. എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും, ഫിലിമൊക്കെ കാണിച്ചു തരും. അതിനുശേഷം രാത്രിയായ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കും. എന്നാ ജീവിതം അല്ലയോ? അല്ല, ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? അവൻ പോയിട്ടില്ല, അവന്റെ ഭാര്യ പോയിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാതെ. ഈ എൽദോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരികെ. ആന്നേ, ഞാൻ പണ്ട് കുറച്ചു കാലം അനിയന്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. അതാ ജീവിതം. 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും. 7ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലി മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും. കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലി മുളക് നന്നായി പിടിച്ചിട്ടുണ്ടാകും. അത് വറുത്ത് വിസ്കി അർത്ഥം കാണിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാൽ മതി, ഒന്നാന്തരം മതാമാർ ഇങ്ങോട്ട് വന്ന് കയറും. അതൊക്കെ പഴയൊരു കാര്യം. ജോണിച്ചാ, പച്ചക്ക് അങ്ങ് പോവാന്നോ? നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട്. ജോണിച്ചോ, പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ? അളിയാ, ഒന്ന് പള്ളിയിലൊന്ന് പറയണ്ടേ? മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ? ഈ ജോണിന് എന്നതാ പറ്റിയേ? എന്നാ സ്മാർട്ട് ചെറുക്കനായിരുന്നു. പിന്നെ നമ്മളിവിടെ പണ്ട് വോളിബോളെ കളിച്ചുകൊണ്ട് നടന്ന അന്ന് നോർത്ത് ഇന്ത്യയിൽ എവിടെ ഇതിന് പോയിട്ടേ, പഠിക്കാൻ വേണ്ടി പോയിട്ടേ, ആസട്ടോ അയാണ്ട് പറഞ്ഞ് അയാളുടെ സാമാനം അടിച്ചതാ. അന്ന് പോയ കിളിയ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. പുള്ളിക്കാരനെ മറ്റവൻ അടിക്കുന്ന പറയുന്നത് അതിന്റെ സേവയാ. കാശ് റോയിയെ, നേരം പോകും, നമുക്ക് ഇറങ്ങിയാലോ? രാഹുലം കഴിഞ്ഞിട്ടില്ല. രാഹുലം കഴിഞ്ഞു. നമ്മളീ നസ്രാണികൾക്ക് എന്തോ രാഹുലാണോ പോയി? രാഹുവിനും കേതുവിനൊന്നും ഇപ്പൊ ജാതിയും മതമൊന്നും ഇല്ലെന്നേ. വടക്കോട്ടുള്ള നമ്മുടെ കച്ചവടക്കാരായ സമുദായക്കാരൊക്കെ പെരുങ്ങോട്ടുകാരല്ല ചാത്തന്റെ പറ്റുകാരാ. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയുണ്ട് ഇല്ലേ? മൊബൈൽ എന്തോ രാഹുലം നോക്കുമെന്നോ? അളിയാ, രാഹുലം കഴിഞ്ഞ്